ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫിന്റെ ഒരു പ്രസ്താവന കേട്ടാണ് ലോകമുണർന്നത്. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഒരു പാഠം പഠിപ്പിക്കും. ഇനി ഒരിക്കലും ഇറാനെ ആക്രമിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തകർത്ത് തരിപ്പണമാക്കും. അമേരിക്ക കോംപ്രമൈസിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയപ്പോഴാണ് മുഖത്ത് അടിച്ചതുപോലെ ഇറാന്റെ ഈ മറുപടി വന്നത്. എന്തായാലും നിങ്ങൾ യുദ്ധം തുടങ്ങി വെച്ചു. അത് എപ്പോൾ അവസാനിപ്പിക്കണമെന്ന് ഇനി ഞങ്ങൾ തീരുമാനിക്കും. ഈ വാക്കുകളും ഇറാനിൽ നിന്നുണ്ടായതോടെ തലയുരാനാകാത്ത വിധം അമേരിക്ക പെട്ടുപോയെന്ന് കാണാൻ സാധിക്കും. ഇസ്രായേലിനെ അപേക്ഷിച്ച് 6-7 ഇരട്ടി വലിപ്പമുണ്ട് ഇറാന്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്ന്. കരുതിവെച്ച സമ്പത്തുകളും ആയുധവും ഇറക്കിയുള്ള ഇറാന്റെ കളിയിൽ സമനില തെറ്റിയിരിക്കുകയാണ് അമേരിക്കയ്ക്കെന്ന് കാണാൻ കഴിയും. യുദ്ധം 12ാം ദിനം എത്തുമ്പോൾ അടുത്തെങ്ങും അവസാനിക്കാനുള്ള സാധ്യത ലോകം കാണുന്നില്ല. ഈ കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന യുദ്ധം നീണ്ടുനിന്നതും 12 ദിവസമാണ്. ഇന്ന് അമേരിക്കയുടെ വ്യോമസേനാ താവളം മിസൈൽ വഴി ഇറാൻ തകർത്തപ്പോഴാണ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ച് കീഴടങ്ങിയത്. ഇക്കുറി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി 2 മണിക്കൂർ ഫോൺ സംഭാഷണം നടത്തിയ ശേഷം ട്രംപ് യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇറാനെതിരായ ഉപരോധങ്ങളിൽ ഇളവ് വരുത്താൻ പുടിൻ ട്രംപിനെ വിരട്ടി എന്നുവരെ അഭ്യൂഹം പരന്നിരുന്നു. യുഎസിലെ പെട്രോൾ വില 16% ഉയർന്നതിനെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമുള്ള വളരെ ചെറിയ വില എന്ന് നിസ്സാരവൽക്കരിച്ച ട്രംപിനെതിരെ പ്രതിഷേധം ശക്തമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ ട്രംപ് പിന്നീട് ഇത് തമാശയാണെന്ന് മാറ്റി പറയുകയും ചെയ്തു. മിക്കവാറുമുള്ള നിബന്ധനകൾക്ക് ഇറാൻ വഴങ്ങിയ ശേഷം അവരെ ആക്രമിക്കാൻ തീരുമാനിച്ച ട്രംപിന്റെ തീരുമാനം വരും വരായികകൾ വേണ്ടത്ര ആലോചിക്കാതെയാണെന്ന ആരോപണം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് തങ്ങളെ ചൊറിഞ്ഞവരെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് ട്രംപ് പറഞ്ഞത്. നേരത്തെ തുർക്കി, റഷ്യ, ചൈന എന്നിവർ അണിയറ ചർച്ചകൾക്ക് സമീപിച്ചതായും സന്ധി ഉണ്ടാക്കാൻ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതായും അവ തള്ളിക്കളഞ്ഞതായും ഇറാൻ വിദേശമന്ത്രി അബ്ബാസ് അരാഗ്ചി വെളിപ്പെടുത്തിയിരുന്നു. ഉറപ്പായ സുരക്ഷാ ഗ്യാരണ്ടിയോടെ ഇറാൻ ഇസ്രായേൽ സംഭാഷണം തലസ്ഥാനമായ അങ്കാറയിൽ നടത്താമെന്ന് തുർക്കി വാഗ്ദാനം ചെയ്തതും പ്രതീക്ഷയ്ക്ക് നിറം പകർന്നതാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം ഐക്യരാഷ്ട്രസഭയുടെ നിരീക്ഷണത്തിൽ സംഘർഷം മരവിപ്പിക്കാമെന്നും റഷ്യൻ, ചൈനീസ് നാവികസേനകളുടെ സഹായത്തോടെ ഘട്ടം ഘട്ടമായി കടലിടുക്ക് തുറക്കാമെന്നും റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വലിയ തോതിൽ ഉപരോധത്തിൽ ഇളവ് വരുത്തും. തകർന്ന എണ്ണ ടെർമിനലുകളും ഉപ്പുവെള്ള ശുചീകരണ പദ്ധതികളും നന്നാക്കാൻ ശതകോടിക്കണക്കിന് ഡോളറുകളുടെ പുനർനിർമ്മാണ ഫണ്ടും നൽകും എന്ന് ചൈനയും അറിയിച്ചു. ഈ വാഗ്ദാനങ്ങൾ നിരസിച്ച ഇറാൻ അമേരിക്ക മാപ്പ് പറഞ്ഞ് തടി ഊരിക്കോട്ടെ എന്ന് പറഞ്ഞാണ് തിരിച്ചടിച്ചത്. ഫെബ്രുവരി 28-ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ചപ്പോൾ അത് വേഗതയിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് പറയുകയും ചെയ്തു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി തുടങ്ങിയപ്പോൾ ചില ലക്ഷ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നിലുണ്ടായിരുന്നു. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള അടിയന്തര ഭീഷണി ഇല്ലാതാക്കുക, ഇറാൻ ആണവായുധം നേടുന്നത് തടയുക, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി നശിപ്പിക്കുക, ഇറാന്റെ നാവികസേനയെ പൂർണ്ണമായി നശിപ്പിക്കുക, പ്രോക്സി ഭീകര സേനകൾക്ക് ആയുധവും പണവും നൽകുന്നത് നിർത്തുക തുടങ്ങിയവയായിരുന്നു ആ ആവശ്യങ്ങൾ. ടെഹ്റാനിൽ ബോംബ് വർഷം ആരംഭിച്ചാൽ ഉടൻ ഇറാനിയൻ ജനത തെരുവിലിറങ്ങി ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന് US പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, യുദ്ധത്തിന് ശേഷം സർക്കാരിന് സ്വീകാര്യത കൂടിയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനിലെ സർക്കാരിനെ നയിക്കുന്ന വ്യക്തിയെ താൻ തിരഞ്ഞെടുക്കുമെന്ന രീതിയിലുള്ള അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന ഇറാനികളുടെ രോഷത്തിന് കാരണമായി. ഇറാനിലെ ഭരണകൂട മാറ്റം തങ്ങളുടെ നിലനിൽപ്പിനുള്ള ഭീഷണിക്കുള്ള ശാശ്വത പരിഹാരമായി ഇസ്രായേൽ കാണുന്നുണ്ട്. അമേരിക്ക ജോലി പൂർത്തിയാക്കിയില്ലെങ്കിൽ അവർ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ടെഹ്റാന് സമീപമുള്ള എണ്ണപ്പാടങ്ങൾക്ക് ഇസ്രായേൽ ബോംബിട്ടത് തന്നെ ഉദാഹരണമാണ്. ഇതിനെതിരെ അമേരിക്ക തന്നെ രംഗത്ത് വന്നത് പിന്മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.